ഇന്നത്തെ ഞങ്ങളുടെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പോകുന്നൊരു സ്ഥലമാണിത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീഡിയോസിലൂടെയും റീൽസിലൂടെയും നമ്മുടെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന ഫഞ്ച എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. ലൊക്കേഷൻ വരുന്നത് മസ്കറ്റ് റുവിയിൽ നിന്നും 60 കിലോമീറ്റർ, അതായത് 45 മിനിറ്റ് ഡ്രൈവ്. ഒരുപാട് പുരാതന കെട്ടിടങ്ങളും വാദികളുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണിത്. ഫഞ്ച ടൗണിൽ നിന്നും 1.5 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫഞ്ച ഹെറിറ്റേജ് ഹൗസ്. ഇവിടെ ഉള്ളിലേക്ക് കയറാനായി എൻട്രി ഫീസ് ഉണ്ട്. മുന്നിൽ തന്നെയുള്ള കഫേയിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടേക്കുള്ള ടിക്കറ്റ് ചാർജ് 1 റിയാലാണ്. മുൻപ് 500 പൈസ ആയിരുന്നു. ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് ടിക്കറ്റ് ചാർജ് കൂട്ടിയതാവാം. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് റിലാക്സ് ചെയ്യാനായി എല്ലായിടത്തും ചെയറും ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് പോകുന്ന വഴികളൊക്കെ നല്ലൊരു ഇടനാഴി പോലെ ഒരുക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ മിററും കാണാൻ കഴിയും. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ അന്തേവാസികളാണ്. പ്രാവും തത്തയും അണ്ണാനും ലവ് ബേർഡ്സും എല്ലാം ഉണ്ട്. ഇതിനെയൊക്കെ കണ്ട് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ചാരൂസ്. പ്രാവും തത്തയും ലവ് ബേർഡ്സും മാത്രമല്ല, ആമയും മയിലും യമുവും കൂടിയുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ മ്യൂസിയമുണ്ട്. ഇവിടെ മുൻപ് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും നാണയങ്ങളും പുരാതനമായ കുറേ വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒമാൻ്റെ തനതായ ശൈലി നിലനിർത്തിക്കൊണ്ട് പണി കഴിപ്പിച്ച കെട്ടിടം തന്നെയാണിത്. പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികളുടെ മനം കവരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതിന് താഴേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ കണ്ണിന് നല്ല കുളിർമയേകുന്നവയാണ്. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസും ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണിത്. നല്ല ഫോട്ടോഗ്രാഫി ഫ്രെയിംസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉച്ച കഴിഞ്ഞ് പോയാൽ സൺസെറ്റ് കാണാം. ഈ കാണുന്ന കാഴ്ചകളൊക്കെ താഴെ ഇറങ്ങി വിസ്തരിച്ച് കാണാനുള്ള സൗകര്യവുമുണ്ട്. ഈ ഒരു പ്രദേശം കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഭാരതപ്പുഴയുടെ തീരത്ത് പോയി നിൽക്കുന്ന ഫീലാണ്. ധാരാളം പേർ ഈ വാദിയുടെ ഉള്ളിലേക്ക് പോയി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാഴ്ച, നാട്ടിനെ ഓർമ്മപ്പെടുത്തുന്ന പച്ചപ്പുല്ലും തോട്ടവും അതിനിടയിലൂടെയുള്ള ചെറിയ നീരൊഴുക്കും കാണാൻ നല്ല ഭംഗിയാണ്. ചാരൂസ് വെള്ളം കണ്ടാൽ പിന്നെ അതിൽ നിന്ന് കയറില്ല. നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ മുകളിൽ നിന്ന് കാണുവാനുള്ള സൗകര്യവും ഉണ്ട്.
കുട്ടികൾക്ക് കളിക്കാനായി ഇവിടെ പ്രത്യേകം പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.